നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ അറവുശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഭർത്താവ്. ഈ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. ഭർത്താവിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നരിക്കുനി കുട്ടമ്പൂർ സ്വദേശിനി റഹീനയാണ് ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതി നജ്ബുദ്ദീനാണ്. ഇയാളെ കോടതി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അതിക്രൂരമായ സംഭവമാണ് അരങ്ങേറിയത്. അഞ്ചപ്പുരയിലുള്ള സ്വന്തം അറവുശാലയിൽ വെച്ചാണ് ഇയാൾ അതിക്രൂരമായി തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. 2017 ജൂലൈയിലാണ് ഈ സംഭവം ഉണ്ടായത്. ജൂലൈ 23-ന് ആ ഒരു ദിവസത്തിലാണ് ഭാര്യയെ ഇയാൾ അറവുശാലയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി, വധശിക്ഷ എന്നൊരു വിധിയിലേക്ക് എത്തിയത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസ് ആണ് വിധി പ്രസ്താവന നടത്തിയത്. അഞ്ചപുരയിൽ അറവുശാലയും പൈനിങ്ങൽ ജംഗ്ഷനിൽ ഇറച്ചിക്കടയും നടത്തുന്നയാളാണ് പ്രതിയായ നജ്ബുദ്ദീൻ. ഇയാളുടെ ഭാര്യ റഹീനയുമായി പിണങ്ങിയാണ് ഇയാൾ ആയിരുന്നത്. പിണങ്ങിയതിനെ തുടർന്ന് താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഇരുവരും തമ്മിൽ കേസുകളുണ്ടായിരുന്നു. അതായത് കുടുംബ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഇരുവർക്കുമിടയിൽ നിലനിന്നിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ഇരു കൂട്ടരും ഒരു രമ്യതയിൽ എത്തുകയും ചെയ്തു. അതേ തുടർന്ന് തന്നെ റഹീനയെ നജ്ബുദ്ദീൻ വീണ്ടും പരപ്പനങ്ങാടിയിലെ തൻ്റെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു രമ്യതയിലെത്തിയതും വീണ്ടും അയാൾക്കൊപ്പം റഹീന പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയതും. പക്ഷേ നജ്ബുദ്ദീൻ കാളിക്കാവിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് റഹീനയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് സമ്മാനിച്ചത്. രണ്ടാം ഭാര്യയെ പരപ്പനങ്ങാടിയിലെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും ആദ്യ ഭാര്യയായ റഹീനയെ വാടക വീട്ടിലുമാണ് ഇയാൾ താമസിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവർക്കുമിടയിൽ തർക്കങ്ങളും ശക്തമാവുകയും ചെയ്തു. കൊലപാതകം നടന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അറവുശാലയിൽ സ്ഥിരമായി സഹായത്തിന് വരാറുള്ള പണിക്കാരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് നജ്ബുദ്ദീൻ അറവുശാലയിലേക്ക് റഹീനയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പണിക്കാരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും നീ സഹായത്തിനായി അറവുശാലയിലേക്ക് വരണമെന്നും നജ്ബുദ്ദീൻ റഹീനയോട് ആവശ്യപ്പെടുകയായിരുന്നു. റഹീന ഈ ആവശ്യപ്രകാരം അറവുശാലയിലെത്തി. പുലർച്ചെ 2 മണിയോടെ റഹീന നജ്ബുദ്ദീനോടൊപ്പം ബൈക്കിൽ കയറി അറവുശാലയിലേക്ക് പോയി. റഹീനയുടെ മാതാവ് സുബൈദയും സഹോദരി റിസാനയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല മരണത്തിലേക്കാണ് റഹീന പോകുന്നതെന്ന്. പിറ്റേന്ന് റഹീനയെ നരിക്കുനിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഈ സഹോദരിയും അതുപോലെ തന്നെ മാതാവും. ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് ഈ ഒരു അതിദാരുണമായ കാഴ്ച, അതായത് റഹീന കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. ഈ കൊലപാതകം, അതിക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷം നജ്ബുദ്ദീൻ തൃശ്ശൂരിലേക്ക് മുങ്ങുകയുണ്ടായി. അതിനുശേഷം ഇയാൾ പാലക്കാട്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഒളിവിലായിരുന്നു. കയ്യിലുള്ള പണമെല്ലാം തീർന്നു ഈ ഒളിവാസത്തിനിടയിൽ. അതിനിടെ പണമെടുക്കാനായി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് പണമെടുക്കാനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതി നജ്ബുദ്ദീന് റഹീനയിലുള്ള സംശയരോഗം ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിദാരുണമായ ഒരു കൊലപാതകം, സംശയം, തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളൽ തീർക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് ഈ ഒരു സംശയരോഗം. അത് ഈ ഒരു സംഭവത്തിലും ഉണ്ടായിരുന്നു. ഇയാൾക്ക് റഹീനയെ സംശയമുണ്ടായിരുന്നു. അതാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് കണ്ടെത്തിയത്. സാക്ഷികളില്ലാത്ത കേസായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും രാത്രിയാണ്, അതായത് അർദ്ധരാത്രിയാണ് ഇയാൾ റഹീനയെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അറവുശാലയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ സാക്ഷികളൊന്നുമില്ലാത്ത ഒരു കേസായി ഇത് മാറി. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രമാണ് ഈ ഒരു കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ശിക്ഷിക്കുന്നതിലും ഈ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ ശിക്ഷിക്കുക എന്നൊരു തരത്തിലേക്ക് എത്തിയത്. അന്വേഷണ സംഘം ഇതെല്ലാം സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടക്കം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ഷാജു ആണ് ഹാജരായത്. പ്രോസിക്യൂഷൻ ലൈസൺ ഓഫീസർമാരായ P അബ്ദുൾ ഷുക്കൂർ, ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന C അലവിയാണ് കേസിൽ അന്വേഷണം നടത്തിയത്.
ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു സംശയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന ഒരു സംശയം, വെറുമൊരു സംശയം മാത്രമായിരിക്കാം. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിദാരുണമായി ജീവിത പങ്കാളിയോട് പെരുമാറുന്ന, കൊലപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ വിധിച്ചത്, വധശിക്ഷയ്ക്ക് പ്രതി അർഹനാണ് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. വളരെ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാറുള്ളൂ. എന്തായാലും ഈ കേസിൽ, അതായത് സ്വന്തം ഭാര്യയെ അറവുശാലയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. തീർച്ചയായിട്ടും പ്രതി ആ വധശിക്ഷ അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം, അതുപോലെ തന്നെ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ ഒരു കേസ് അന്വേഷണത്തിൽ. പക്ഷേ ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച അന്വേഷണ സംഘം പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം നമ്മുടെ നാട്ടിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ, ഈ ഇടയ്ക്ക് നമ്മൾ അറിഞ്ഞ ഏറ്റവും നടക്കുന്ന ഒരു വാർത്തയാണ് അമ്മ പുഴയിലെറിഞ്ഞ് സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ മാതാവ് അറസ്റ്റിലായി, പിന്നാലെ പീഡന വിവരം പുറത്തു വരുന്നു, സഹോദരൻ അറസ്റ്റിലായി. ഈ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. തുടരെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും വേദനാജനകം തന്നെയാണ്. അതായത് ഓരോ ദിവസവും ഓരോ കൊലപാതക വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ മോശം രീതിയിൽ ഉപയോഗിക്കുന്നു, അത്തരത്തിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങളുടെ വാർത്ത ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് അമ്മ പുഴയിലെറിഞ്ഞ് കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് അമ്മ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം പുറത്തു പറയുന്നത്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമാണ് കുട്ടിയുടേതെന്ന് പറഞ്ഞെങ്കിലും കുട്ടിയുടെ ദേഹത്ത് അസ്വാഭാവികമായ ചില മുറിവുകൾ കാണുന്നു. ഇത് ഡോക്ടർമാർക്ക് സംശയം തോന്നുന്നു. ആ ഡോക്ടർമാരുടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നതടക്കമുള്ള നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അതും പിതൃ സഹോദരനാണ് കുട്ടിയെ ഇത്തരത്തിൽ വീടിനുള്ളിൽ പീഡിപ്പിച്ചത് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതെല്ലാം മലയാളികളെ ഒന്നടങ്കം നടുക്കിയതാണ്. എന്തായാലും പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ വലിയ രീതിയിലുള്ള ആക്രോശം ഈ പ്രതിക്കെതിരെ ഉണ്ടായ കാഴ്ചയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത്. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത്. തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് അച്ഛൻ്റെ സഹോദരൻ പോലീസിനോട് സമ്മതിച്ചത്. കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെങ്ങമനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു പിതൃ സഹോദരി ക്രൂരത ചെയ്തുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. അമ്മയുമായി തെളിവെടുപ്പ് നടത്തി. അതിക്രൂരമായ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ ഇങ്ങനെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കമുള്ള ഒരു തെളിവുകൾ ഈ ഒരു കേസിലേറെ നിർണായകമായി മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമ്മയെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് അമ്മ, അതായത് ഞാൻ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് അമ്മ സമ്മതിച്ചു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കുട്ടി ഒറ്റയായി പോകുമോ, അനാഥപ്പെട്ടു പോകുമോ എന്നൊരു ഭയത്തിൻ്റെ, ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് താൻ കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള മൊഴികൾ അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അമ്മ കുറ്റസമ്മതം നടത്തിയെങ്കിലും എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു എന്നതിന് ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും പോലീസിന് മുന്നിൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഭർത്തൃ വീട്ടുകാരുള്ള ദേഷ്യം തീർത്തതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. അതാണ് എന്നാണ് അമ്മ പറയുന്നത്. ഭർത്തൃ വീട്ടുകാർ ദുഃഖിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് താൻ ഇപ്രകാരം ചെയ്തത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ആ വ്യക്തിക്കും എന്ത് ശിക്ഷയാണ് കിട്ടുക എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.